ഹരിയാന ബൂത്തിലേക്ക് ബി.ജെ.പിക്ക് വോട്ട് തേടിയ നേതാവ് അവസാന മണിക്കൂറിൽ കോൺഗ്രസിൽ. രാഹുൽ ഗാന്ധിക്കൊപ്പം വീരേന്ദർ സേവാഗ് രംഗത്തിറങ്ങിയതോടെ ബി.ജെ.പിക്ക് ആശങ്ക. ഭരണവിരുദ്ധ വികാരത്തിൽ ബി.ജെ.പി സർക്കാർ വീഴുമോ? ഹരിയാന ശനിയാഴ്ച ബൂത്തിലേക്ക് 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വലിയ ട്വിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് തേടിയ മുൻ ലോക്സഭാ എം.പി അശോക് തൻവാർ കോൺഗ്രസിൽ ചേർന്നത് രാഷ്ട്രീയത്തിലെ നാടകീയതയായി മാറി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ വെച്ചായിരുന്നു തൻവാറിന്റെ കോൺഗ്രസ് പ്രവേശം. ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് തേടി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു നാടകീയമായി തൻവാർ പാർട്ടി വിട്ടത്. മുൻ കോൺഗ്രസ് നേതാവായിരുന്ന തൻവാർ 2014 മുതൽ 2019 വരെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നു. സിർസയിൽ നിന്നുള്ള കോൺഗ്രസ് എം.പി കൂടിയായിരുന്ന തൻവാർ 2021 കോൺഗ്രസ് വിട്ടത്. മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു തീരുമാനം. പിന്നാലെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിയിലേക്ക് ചേക്കേറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു തൻവാർ ആം ആദ്മി പാർട്ടിയെ ഉപേക്ഷിച്ച് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത്. കോൺഗ്രസുമായി ആം ആദ്മി സഖ്യത്തിലെത്തിയതായിരുന്നു തൻവാറിനെ ചൊടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിനോട് അടുത്ത് പല നേതാക്കളും പാർട്ടി വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറിയിരുന്നുവെങ്കിലും തൻവാറിന്റെ ഈ നീക്കം അപ്രതീക്ഷിതമായിരുന്നു. കോൺഗ്രസിൽ ചേരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ബി.ജെ.പിക്ക് വേണ്ടി തൻവാർ വോട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടി വിട്ടത്. ദളിത് നേതാവായ തൻവാറിന്റെ വരവ് ആഘോഷമാക്കുകയാണ് കോൺഗ്രസ്. പഴയ വൈര്യമൊക്കെ മറന്ന് തൻവാറിനെ ഭൂപീന്ദർ ഹൂഡ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. കോൺഗ്രസിന് തങ്ങളുടെ ദളിത് നേതാക്കളെ നഷ്ടപ്പെട്ടുവെന്ന് പരിതപിക്കുന്ന ബി.ജെ.പി നേതാക്കൾക്ക് ഇപ്പോൾ തങ്ങളുടെ ദളിത് നേതാക്കൾ പാർട്ടി വിടുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പരിഹസിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്നതിന്റെ തെളിവ് കൂടിയാണ് അവസാന നിമിഷവും പാർട്ടിയിലേക്ക് നേതാക്കൾ ഒഴുകാൻ കാരണമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. തൻവാറിന്റെ വരവ് കോൺഗ്രസിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒക്ടോബർ 5 ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8 വോട്ടെണ്ണൽ. 10 വർഷങ്ങൾക്കിപ്പുറം സംസ്ഥാനത്ത് ഭരണം പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. 90 അംഗ സഭയിൽ 60 മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ബി.ജെ.പി സഹയാത്രികരായിരുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വീരേന്ദർ സേവാഗ്, സി ഗ്രൂപ്പ് ഉടമ സുഭാഷ് ചന്ദ്ര എന്നിവർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനിറങ്ങിയതും ശ്രദ്ധേയമായി. തോഷ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായ ആനന്ദ് ചൗധരിക്ക് വേണ്ടിയാണ് സേവാഗ് വോട്ട് തേടിയത്. സേവാഗിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അനിരുദ്ധ് ചൗധരിയെ തന്റെ സഹോദരൻ എന്നാണ് സേവാഗ് അഭിസംബോധന ചെയ്തത്. മുൻ ഹരിയാന മുഖ്യമന്ത്രി ബൻസിലാലിന്റെ മകനും മുൻ ബി.സി.സി.ഐ അധ്യക്ഷനുമായ രൺബീർ മഹേന്ദ്രയുടെ മകനാണ് ആനന്ദ് ചൗധരി. സേവാഗ് കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനിറങ്ങിയത് പ്രവർത്തകർക്ക് കുറച്ചൊന്നുമല്ല ആവേശം പകർന്നത്. ഇതൊരു ഗംഭീര സർപ്രൈസ് ആയി പോയി എന്നാണ് പലരും എക്സിൽ കുറിച്ചത്. കോൺഗ്രസിന് വേണ്ടി സേവാഗ് പ്രചരണത്തിനിറങ്ങിയത് പാർട്ടിക്ക് വലിയ രീതിയിൽ ഗുണകരമാകുമെന്നാണ് ചിലരുടെ പ്രതികരണം. കായിക താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എപ്പോഴും കൗതുകമുള്ള കാഴ്ചയാണ്. സേവാഗ് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നേതൃത്വവും വിലയിരുത്തുന്നത്. ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന മുദ്രാവാക്യവുമായാണ് ബി.ജെ.പി പ്രധാനമായും പ്രചാരണം നടത്തിയത്. വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയും കർഷക ദ്രോഹത്തിനെതിരെയും കോൺഗ്രസ് പ്രചാരണം ശക്തമാക്കിയിരുന്നു. ഗുസ്തി താരങ്ങളുടെ സമരവും വിഷയമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 റാലികളിൽ പ്രസംഗിച്ചപ്പോൾ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണ റാലികളെ ആവേശം കൊള്ളിച്ചു. ജാതി സംവരണവും താങ്ങുവിലയും സ്ത്രീകൾക്ക് മാസം തോറും 2000 രൂപയും അടക്കമുള്ള 7 പ്രധാന വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റേത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയും നിർണായക ശക്തിയാണ്. 2019 40 സീറ്റിൽ ജയിച്ച ബി.ജെ.പി 15 സീറ്റിൽ ജയിച്ച ജെ.ജെ.പിയുമായി ചേർന്ന് ഭരണം പിടിച്ചപ്പോൾ 30 സീറ്റ് നേടിയ കോൺഗ്രസ് പ്രതിപക്ഷത്തായി. ഇത്തവണ ഭരണവിരുദ്ധ വികാരവും തൊഴിലില്ലായ്മയും കർഷക പ്രക്ഷോഭവും തുണയാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ്.